ഇബ്നു തൈമിയനെ വളരെ പുകഴ്ത്തിയൊക്കെ ചില സ്ഥലങ്ങളിൽ പറഞ്ഞ ആളാണ് ഇമാം ദഹബി. പക്ഷെ ആ ഇമാം ദഹബി തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, അതെ നീ കാണുന്നില്ലേ ഇബ്നു തൈമിയ എത്ര വലിയ പണ്ഡിതനാണ്, അദ്ദേഹത്തിന് ചെറിയ അങ്ങനെ ഒരു ധാരണ വന്നതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനൊക്കെ സംഭവിച്ചു പോയത് എന്ന് ഇമാം ദഹബി ഒരു സ്ഥലത്ത്. വല്ലാഹി മാ റമഖത്ത് ഐനി ഔസഅ ഇൽമൻ വലാ അഖ്വാ ദകാഅൻ മിൻ റജുലിൻ യുഖാലു ലഹു ഇബ്നു തൈമിയ മഅ الزهد في المأكل والملبس والنساء ومع القيام في الحق والجهاد بكل ممكن وقد تعبت في وزنه وفتشته حتى مللت في سنين متطاولة فما وجدت أخوه بين أهل مصر والشام وما مقتته نفوسهم واصدروا به وكذبوه وكفروه إلا لكبر ولعجب ولفرط الغرام في رياسة المشايخة والازدراء بالكبار. അദ്ദേഹത്തിനെ പോലത്തെ ഒരു പണ്ഡിതനെ ഒട്ടാകെ തെരഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് പറ്റിയത് എന്താണ്? അതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിനൊരു വിചാരം വന്നു, ഞാൻ വലിയൊരു മുജ്തഹിദായ ആളായിട്ടുണ്ട്, അതുകൊണ്ട് മാലിക് ഇമാമിനെതിരെ പറയാം, ഷാഫി ഇമാമിനെതിരെ പറയാം, അബൂ ഹനീഫയ്ക്കെതിരെ പറയാം, 4 മദ്ഹബിനും എതിരെ പറയാം എന്ന ഒരു തോന്നൽ അദ്ദേഹത്തിന് വന്നുപോയി. അതേപോലെ അദ്ദേഹത്തിന് വലിയ ഇസ്തിറാഇ ബിൽ കിബാർ, വലിയ 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 ആൾക്കാരെ, അതേ ഗസാലി ഇമാമിനെ, ഇമാമുൽ ഹറമൈനിയെ, അദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥങ്ങളും നമുക്ക് കാണാൻ പറ്റും, അബുൽ ഹസൻ ഷാദിലി തങ്ങളെ, അങ്ങനെ തുടങ്ങിയിട്ട് വലിയ വലിയ ആൾക്കാരൊക്കെ വളരെ നിന്ദിച്ച് സംസാരിക്കുന്ന നിലക്കുള്ള ഒരു വെൽപ്പത്തരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന് ഹാഫിദുൽ ദഹബി അദ്ദേഹത്തിൻ്റെ ബയാനു സഖലിൽ ഇൽമി വത്തലബ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം.